കേരളത്തിൽ യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുതൽ നാം ആർജിച്ച പുരോഗതി ഉലച്ചിൽ തട്ടാതെ തുടരണമെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരണം. വികസന നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും 10 വർഷം നാം ആർജിച്ച പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നതാണ്. 10 വർഷമായി ഒരു വർഗീയ ലഹള കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 2016 LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി വളരെ മോശമാകുമായിരുന്നു. ലാഭകരമല്ലാത്ത 40% സർക്കാർ സ്കൂളുകളാണ് അടച്ചുപൂട്ടുവാൻ ആ കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നത്. നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പോലും ഇതുതന്നെയാണ് സാഹചര്യം. എന്നാൽ 10 വർഷമായി കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റുകയും ചെയ്തു. എന്ന് UDF കേരളത്തിൽ അധികാരത്തിൽ വരുന്നുവോ അന്ന് ഈ നേട്ടങ്ങൾക്കെല്ലാം തകർച്ചയുണ്ടാകും. PSC വഴി 100 പേർക്ക് ജോലി ലഭിക്കുമ്പോൾ അതിൽ 60 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കേരളത്തെ പോലെ വ്യവസ്ഥാപിതമായി നിയമനം നൽകുന്നില്ല. UDF അധികാരത്തിൽ വന്നാൽ PSC നിയമനങ്ങൾ ഇല്ലാതെയാകും, പെൻഷൻ മുടങ്ങും, പാഠപുസ്തകങ്ങൾ ലഭിക്കില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങണോ എന്ന് കേരളം ചിന്തിക്കേണ്ടതുണ്ടെന്നും എം സ്വരാജ് പറഞ്ഞു. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. 5 കൊല്ലത്തിനുള്ളിൽ കർണാടകയിൽ 3500ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി. കേരളത്തിലോ ഒരൊറ്റ സർക്കാർ സ്കൂൾ 10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ അടച്ചുപൂട്ടിയിട്ടില്ല. അതാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്? 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അടിയന്തരമായി 40% സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ പൂട്ടണം എന്നാണ്. ഇതിന് ചെലവ് ചുരുക്കാൻ ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടണം, അതാണ് നിലപാട്. രാജ്യം ഭരിക്കുന്ന BJPയുടെ നിലപാടും അതാണ്, കോൺഗ്രസിന്റെ നിലപാടും അതാണ്. ആ നിലപാട് ഇന്ത്യയിലെ BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 90,000-ൽ പരം പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിൽ ഒന്നുപോലും അടച്ചുപൂട്ടിയില്ല. ഇടതുപക്ഷം ഈ നയത്തോട് യോജിക്കുന്നില്ല. മറ്റൊരു ബദൽ നിലപാട് നാം സ്വീകരിക്കുന്നു. വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ പാടില്ല. ഇതൊരു കച്ചവടമല്ല. ഒരു സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ ഉള്ളൂവെങ്കിൽ അത് അടച്ചു പൂട്ടാൻ പാടില്ല, പഠിപ്പിക്കണം. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക? ഒരു ക്ലാസ് മുറിയിൽ 10 കുട്ടികളെ ഉള്ളുവെങ്കിൽ ആ 10 പേർ നാളെ ആരായി തീരുമെന്ന് എങ്ങനെ പ്രവചിക്കാനാവും? അവർ ഈ സമൂഹത്തിന് നൽകാൻ, കനപ്പെട്ട സംഭാവനകൾ നൽകാൻ നിയോഗിക്കപ്പെട്ടവരാകാം. ആർക്കറിയാം ഭാവിയിൽ എന്തു നടക്കുമെന്ന്? വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഉടമൂരിലെ ഓലമേഞ്ഞ ഒരു പള്ളിക്കൂടത്തിൽ തറയിലിരുന്ന് പഠിച്ച ഒരു കുട്ടി പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറി. അന്ന് ആ പള്ളിക്കൂടം അടച്ചു പൂട്ടിയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുകയായിരുന്നു? സ്കൂളുകൾ പൂട്ടിയാൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? അടുത്തൊരു സ്കൂൾ എത്ര കിലോമീറ്റർ അകലെയായിരിക്കും ചിലപ്പോൾ. നമ്മുടെ രാജ്യത്ത് 100 PSC നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ 60-ൽ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നത്. അതൊരു അവിശ്വസനീയമായ കണക്കല്ലേ? സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളില്ലേ? ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ? പക്ഷേ PSC നിയമനങ്ങൾ 100 എണ്ണം നടക്കുമ്പോൾ 60ഉം കേരളത്തിൽ. ഭരണമാറ്റവും സംഭവിച്ചാൽ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. സ്കൂളുകൾ അപ്പോൾ അടച്ചു പൂട്ടാൻ ആരംഭിക്കും. ഇത് സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല.
ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് ധൈര്യത്തോടെ ഉത്തരം പറയാൻ പറ്റുന്ന പേരാണ് അഡ്വക്കേറ്റ് എം കെ സക്കീർ. കറമുരളാത്ത വ്യക്തിത്വം. അഡ്വക്കേറ്റ് എം കെ സക്കീറിനെ വിജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്നത് മാത്രമല്ല, അഡ്വക്കേറ്റ് എം കെ സക്കീറിന് വോട്ട് ചെയ്തവരാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതാണ് ഗ്യാരണ്ടിയെന്നും എം സ്വരാജ് പറഞ്ഞു. RJD നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ്, പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം കെ സക്കീർ, MLA P നന്ദകുമാർ, CPI നേതാവ് AK ജബ്ബാർ, CPIM ഏരിയ കമ്മിറ്റി അംഗം MA ഹമീദ്, RJD ദേശീയ ജനറൽ സെക്രട്ടറി നീലൻ ലോഹിതദാസൻ നാടാർ, സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ്, സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ, അഡ്വക്കേറ്റ് സിന്ധു തുടങ്ങിയ LDFന്റെ നേതാക്കൾ പങ്കെടുത്തു.